അല്ലമ്മ ഓണച്ചന്തക്കൊന്നും കൊണ്ടുപോകണമെന്നില്ലേ? ആ ഓണച്ചന്തക്കാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ 2 കിലോ സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോണത്. സാമ്പാർ പൊടി 2 കിലോനോ? അപ്പൊ ഓണല്ലേ, എല്ലാരും സാമ്പാർ ഉണ്ടാക്കിക്കോട്ടെ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ട് നാളത്തെ ചന്തയ്ക്ക് കൊണ്ടുകൊടുക്കാം. അപ്പൊ നാളത്തെ ചന്തക്കാട്ടെ ഞങ്ങൾ പോണത്. അപ്പൊ ഇന്ന് എങ്ങനെയാണ് 2 കിലോ സാമ്പാർ പൊടി ഉണ്ടാക്കാന്ന് കാണാം. മക്കളെ, സാമ്പാർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ, നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അളവൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇടുമ്പോ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. മക്കളെ, ഈ അടി കട്ടിയുള്ള പാത്രം വെക്കണം എന്ന് പറഞ്ഞത്, ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചൂടാറില്ല. നമ്മൾ വറുക്കണ ഓരോരോ സാധനത്തിനും ഓരോരോ വേവാണ്. കട്ടിയുള്ളതുണ്ട്, കട്ടിയില്ലാത്തതുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഈ ചൂട് ആറാതെ നമ്മൾ സാധനങ്ങൾ ഇടുമ്പോൾ വേഗം വറന്ന് നല്ല പാകത്തിന് നമുക്ക് കിട്ടും. പിന്നെ ഈ നൈസ് സാധനം എന്ന് പറഞ്ഞാൽ മുളക് നമ്മൾ അടി കട്ടിയില്ലാത്ത പാത്രത്തിലിട്ടാൽ വേഗം കരിയും. ഇതിലിട്ടാൽ നമുക്ക് വേഗം ഇളക്കി വേഗം കോരിയെടുക്കാൻ പറ്റും. അതിനാണ് പറഞ്ഞത് അടി കട്ടിയുള്ള പാത്രം വെക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇനി ആദ്യം അരി ഇട്ട് കൊടുത്ത് വറുക്കാം. ഞാനിവിടെ 180 ഗ്രാം അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇനി നന്നായിട്ട് വറന്ന് പൊള്ളി വരട്ടെ. ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാട്ടോ. അരി ഇത് കണ്ടില്ലേ മക്കളെ, ചൂടായി വരുന്നുണ്ട്. ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്, പേടിക്കണ്ട കേട്ടോ. ഷീറ്റുമ്മ വെള്ളം നനഞ്ഞിട്ടാണ്, മഴ പെയ്യുന്നുണ്ട് ഇവിടെ. നമ്മുടെ അരി കണ്ടില്ലേ മക്കളെ, പൊരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഞാൻ വറുത്ത് കഴിഞ്ഞിട്ട് ഒക്കെ ഒന്നിച്ചാ ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാധനമായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കാം. 280 ഗ്രാം മല്ലിയാണ് കേട്ടോ. അത് ഇതേപോലെ വറുത്തെടുക്കാം. ഇനി ഉരുളി ചൂടായില്ലേ, വേഗം ആയി വരും. അരി വറുക്കാനാണ് കുറച്ചിത്. മക്കളെ, ഈ സാമ്പാർ പൊടി ഉണ്ടാക്കാനേ ഈ വറുക്കലാണ് പ്രശ്നമുള്ളത് കേട്ടോ. വറുത്ത് ഓരോന്നും വേറെ വറുക്കണം. ഒന്നിച്ചിട്ട് വറുക്കാനും പറ്റത്തില്ല. ഈ നൈസായുള്ള സാധനങ്ങളൊക്കെ ജീരകത്തെ പോലുള്ളതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നിച്ചിട്ട് വറുക്കാൻ പറ്റില്ല മക്കളെ. അങ്ങനെ നമ്മുടെ മല്ലി നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വറവ് നോക്കണത് ഇതാ, ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ നിരടുമ്പോൾ പൊടിഞ്ഞു വരും, കണ്ടില്ലേ. ഇനി നമുക്കിത് എടുത്ത് കൊട്ടാം. കോരി എണ്ണതിനാൽ കരിഞ്ഞു പോകും. ആ അരിയിൽ തന്നെ കൊട്ടി കൊടുത്തിട്ടോ. ഇനി നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഞാൻ 260 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതുകൂടി ഇങ്ങനെ വറുത്തെടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ ഉഴുന്നും വറന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് തൂക്കി കൊട്ടാം. ഇനി നമുക്ക് തോരപ്പരിപ്പിട്ട് കൊടുക്കാം. അതും 260 ഗ്രാമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് ഇനി നന്നായിട്ട് വറുത്തെടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ പരിപ്പും വറന്ന് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് എടുത്ത് കൊട്ടി കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ 150 ഗ്രാമാണ്. നന്നായിട്ട് വറുത്തെടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ ഉലുവയും വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എടുക്കാം. ഇനി അടുത്തത് നമുക്കിതിൽ ഇടേണ്ടത്, ഇതിലൊരു 180 ഗ്രാം മുളകിടാം. അതുകൂടി വറുത്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാശ്മീർ മുളക് കൂടി ഇടാണ്ട്. രണ്ടും പാടി ഒന്നിച്ചിട്ടാൽ ഇതിൽ കൊള്ളൂല. അതുകൊണ്ട് ഞാൻ വേറെയാണ് ഇടുന്നത് കേട്ടോ. ഇത് സാദാ മുളക്.
മുളകൊക്കെ വറുക്കുമ്പോൾ മക്കളെ മീഡിയം തീ വെച്ചിട്ട് വറുക്കാൻ പാടുള്ള, അല്ലെങ്കിൽ കരിഞ്ഞു പോവുക മക്കളെ. അങ്ങനെ നമ്മുടെ മുളകും വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ഇനി നമുക്കൊരു 150 ഗ്രാം കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കാശ്മീർ മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയിട്ടാ. പിരിയമുളകാണ്, ചിലയിടത്തിൽ പിരിയമുളക് പറയും, ചിലവർ കാശ്മീർ മുളക് എന്ന് പറയും. അങ്ങനെ നമ്മുടെ പിരിയമുളക് വറന്ന് വന്നിട്ടുണ്ട്. അതും നമുക്കിനി കോരിയെടുക്കാം. ചൂട് നോക്ക്. മക്കളെ ഇനി ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 90 ഗ്രാം ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. ഇപ്പൊ നമ്മുടെ ജീരകം വറന്ന് വന്നിട്ടുണ്ട്. ഈ ജീരകം വറുക്കാൻ കുറച്ച് സമയം മതി. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് മഞ്ഞളില്ല, അതുകൊണ്ട് ഞാൻ ഒരു 70 ഗ്രാം മഞ്ഞപ്പൊടിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഇതിലെന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് ചോദിച്ചാൽ മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുകയാണെങ്കിൽ മഞ്ഞപ്പൊടി കരിയില്ല. മറ്റേതാണെങ്കിൽ രണ്ടും ഒപ്പം ഇടുകയാണെങ്കിൽ ജീരകം വേവില്ല, മഞ്ഞപ്പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നമുക്ക് മഞ്ഞപ്പൊടിയും ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിനി എടുക്കാം. ഇത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഒന്നും ഞാൻ കണക്ക് പറയണില്ല, കുറച്ചങ്ങ് ഇട്ടാൽ മതി. ഈ കരിവേപ്പിലയും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം, വറുത്ത് പൊരിച്ചെടുക്കാം. അങ്ങനെ മക്കളെ നമ്മുടെ കരിവേപ്പിലയും കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് കണ്ടില്ലേ, ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി കോരിയെടുക്കാം. അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാമ്പാറിനുള്ള പ്രധാനപ്പെട്ട കായമാണ് അതൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു 110 ഗ്രാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ കട്ട കായം തന്നെ വേണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി വരുള്ളൂ കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ വറന്ന് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കായം ഇതാ വറന്ന് വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതിൽ തന്നെ ഇടാൻ കോരി. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിനൊരു 4-5 പ്രാവശ്യമാക്കിയിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അങ്ങനെ മക്കളെ നമ്മുടെ മസാലയൊക്കെ കണ്ടില്ലേ, നൈസായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാ? ഇതൊക്കെ ഇന്നലെ വറുത്ത് പൊടിക്കുമ്പോഴത്തേക്ക് രാത്രിയായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, വെളിച്ചുണ്ടാവില്ല, അപ്പം കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പാക്കറ്റൊക്കെ ആക്കി വെച്ച്, ഇനി രാവിലെ പാക്കറ്റ് ആക്കിയിട്ട് സമയം വൈകണ്ടാച്ചിട്ടേ ഇനി ഇച്ചിരിയും കൂടി പാക്കറ്റ് ആക്കാണ്ട് അതുകൂടി ഇനി പാക്കറ്റാക്കി എടുക്കണം. ഇതാണ് മക്കളെ ഞങ്ങളുടെ പാക്കറ്റ്, 100 ഗ്രാമിൻ്റെ പാക്കറ്റ് എന്ന് വെച്ചാൽ ഇച്ചിരി അധികം ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ ഞങ്ങളുടെ കുടുംബശ്രീ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകണത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.